നമസ്കാരം. വാർത്തകളിൽ അരുണാചൽ പ്രദേശിലെ സാത്താൻ സേവയും ദമ്പതികളുടെയും സുഹൃത്തിൻ്റെയും മരണവും നിറഞ്ഞു നിൽക്കുമ്പോൾ തിരുവനന്തപുരം നഗരവാസികൾക്ക് 7 വർഷം മുൻപ് നടന്ന സാത്താൻ സേവ കൊലപാതകങ്ങൾ അത്ര വേഗം മറക്കാൻ കഴിയില്ല. തുരുമ്പെടുത്ത ഗേറ്റും ഒരാൾ പൊക്കത്തിൽ കാടുപിടിച്ച് കിടക്കുന്ന തിരുവനന്തപുരം നഗരത്തിലെ നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ടിലെ കോടികൾ വിലമതിക്കുന്ന 117 നമ്പർ വീടിന് മുന്നിലെത്തിയാൽ പലരും ഇപ്പോഴും ഒന്ന് വിറയ്ക്കും. 2017 ഇതുപോലൊരു ഏപ്രിൽ മാസമാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകങ്ങൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിൽ അരങ്ങേറിയത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് വെളിപ്പാടകലെ സ്വന്തം വീട്ടിൽ വെച്ചാണ് പ്രൊഫസർ രാജതങ്കം, ഭാര്യയും ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുമായിരുന്ന ജീൻ പത്മ, മകൾ കരോലിന, ഇവരുടെ ബന്ധു ലളിത എന്നിവർ അരിംകൊലയ്ക്ക് ഇരയായത്. രാജതങ്കത്തിൻ്റെയും ജീൻ പത്മയുടെയും മകൻ കേഡൽ ജിൻസൺ രാജയായിരുന്നു മരണത്തിന് പിന്നിൽ. കൊലപാതകം നടത്തിയ കേഡൽ ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. വിചാരണ നേരിടാനുള്ള മാനസികാരോഗ്യം കേഡലിനില്ല എന്നാണ് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തിരിക്കുന്നത്. പൂജപ്പുര മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സ തുടരുന്നുണ്ട്. കഴിഞ്ഞയാഴ്ചയും ഡോക്ടർ കേഡലിനെ പരിശോധിച്ചിരുന്നു. സഹതടവുകാരനെ ആക്രമിച്ച പശ്ചാത്തലം ഉള്ളതിനാൽ കേഡൽ മിക്ക സമയവും ഒറ്റയ്ക്കാണ്. വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധ ചെലുത്താറില്ല എന്നതൊഴിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ജയിലിൽ ഇയാൾ ഉണ്ടാക്കാറില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഒരിക്കൽ ശ്വാസകോശത്തിൽ ഭക്ഷണം കുടുങ്ങി ഗുരുതരാവസ്ഥയിലായെങ്കിലും രക്ഷപ്പെട്ടു. രാത്രികളിൽ കളിയും ചിരിയുമായി കഴിയുന്ന കേഡൽ ജയിൽ ജീവനക്കാർക്ക് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. മാതാപിതാക്കളുമായി സംസാരിക്കാറുണ്ട് എന്നാണ് കേഡൽ അവകാശപ്പെടുന്നത്. ആത്മാക്കളുമായി തനിക്ക് സംവദിക്കാനുള്ള കഴിവുണ്ട് എന്ന് കേഡൽ പറയുന്നു. 10 വർഷത്തിലേറെയായി കുടുംബാംഗങ്ങൾ അറിയാതെ കേഡൽ സാത്താൻ സേവ നടത്തിയിരുന്നു. നവീൻ്റെ കേസിന് സമാനമായി ഇൻ്റർനെറ്റിലൂടെയാണ് കേഡൽ ആസ്ട്രൽ പ്രൊജക്ഷനിൽ അറിവ് നേടിയത്. മാനസിക രോഗിയായ കേഡലിനെ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന ഇടയ്ക്ക് കോടതി തിരക്കിയെങ്കിലും ആരും മുന്നോട്ട് വന്നിരുന്നില്ല. പ്രതി മാനസിക രോഗി ആയതിനാൽ കേസിൻ്റെ തുടർ നടപടികൾ നിലച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷത്തിനിടെ അമ്മ ജീൻ പത്മയുടെ സഹോദരൻ ജോസ് മാത്രമാണ് കേഡലിനെ സന്ദർശിക്കാൻ ജയിലിലെത്തിയത്. വിദേശത്ത് നിന്ന് ആഭിചാര പ്രക്രിയകളിൽ ആകർഷണനായ താൻ 15 വർഷത്തോളമായി ആസ്ട്രൽ പ്രൊജക്ഷൻ പരിശീലിക്കുകയായിരുന്നുവെന്നും വീട്ടുകാരെ കൊലപ്പെടുത്താനായി മഴു അടക്കമുള്ളവ ഓൺലൈൻ വഴി വാങ്ങിയതാണെന്നും കേഡൽ അന്ന് വ്യക്തമാക്കിയിരുന്നു. കുടുംബത്തിലെ ഓരോരുത്തരെയും വീടിൻ്റെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയാണ് ഇയാൾ കൊലപാതകം നടത്തിയത്. താൻ തയ്യാറാക്കിയ വീഡിയോ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് സ്വന്തം അമ്മയെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയത്. വീഡിയോ ഗെയിം കണ്ടുകൊണ്ടിരുന്ന അമ്മയെ പിന്നിൽ നിന്ന് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം മൃതദേഹം വെട്ടിനുറുക്കി ശുചിമുറിയിലേക്ക് മാറ്റി. ഒന്നുമറിയാതെ അച്ഛനും സഹോദരിക്കും ഒപ്പം താഴെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ച കേഡലിനോട് അമ്മ എവിടെയെന്ന് അച്ഛൻ തിരക്കിയപ്പോൾ വീഡിയോ ഗെയിം കാണുന്നു എന്നായിരുന്നു മറുപടി. ഇതിനുശേഷം സമാനമായി അച്ഛനെയും സഹോദരിയെയും മുകൾ നിലയിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക വിവരം ബന്ധുവായ ലളിതയ്ക്ക് മനസ്സിലായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരെയും കൊലപ്പെടുത്തി. അതേസമയം അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ ജീവനൊടുക്കിയ മൂവർ സംഘം സാത്താൻ സേവയോ ആഭിചാരക്രിയയോ ചെയ്തിരിക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം നീങ്ങുന്നത്. മരണത്തിന് തിരഞ്ഞെടുത്ത സ്ഥലം, ദിവസം, ഇതെല്ലാം വിവിധ സൂചനകളാണ് നൽകുന്നത്. പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ദിനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആര്യയും സുഹൃത്തുക്കളായ ദമ്പതികൾ നവീനും ദേവിയും അരുണാചലിലെ ഉൾഗ്രാമമായ സെറോയിൽ എത്തുന്നത്. ഈസ്റ്റർ ദിനത്തിൽ ഇവർ സാത്താൻ സേവ നടത്തിയെന്നാണ് പോലീസിൻ്റെ നിഗമനം. നവീനും ദേവിയും 1.5 വർഷം മുൻപും അരുണാചൽ പ്രദേശിലെ സെറോയിലേക്ക് പോയിരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവരുടെ യാത്രാവിവരം കണ്ടെത്തിയത്. പ്രദേശത്ത് സാത്താൻ സേവയോ ബ്ലാക്ക് മാജിക്കോ നടത്തുന്ന സംഘങ്ങൾ ഉണ്ടാകാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്.